രാവിലത്തെ വലിയ വാർത്തയാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി ദർശനം കഴിഞ്ഞതിന് ശേഷം ഔദ്യോഗിക വാഹനം വരാൻ വൈകി. ഓട്ടോറിക്ഷ പിടിച്ച് മാടമ്പി തമ്പ്രാൻ വീട്ടിൽ പോയത്രേ. വണ്ടി വൈകിയതുകൊണ്ട് തമ്പ്രാന് മുൻചുണ്ടി ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തിറങ്ങി ഓട്ടോ കൈ കാണിച്ച് നിർത്തി കയറിപ്പോകുന്നതിന്റെ ദൃശ്യമാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കേട്ടെ. ക്ഷേത്ര ദർശനത്തിനു ശേഷം ഔദ്യോഗിക കാർ എത്താത്തതിനെ തുടർന്ന് ഓട്ടോയിൽ കയറി മടങ്ങി മറ്റാരുമല്ല, നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര ദർശനത്തിനിടയിലാണ് സംഭവം. കേട്ടല്ലോ. അതായത് വാഹനം എന്തുകൊണ്ട് വൈകിയെന്നൊന്നും തമ്പ്രാൻ അറിയണ്ട. ഇറങ്ങുമ്പോൾ അടിമ ഡ്രൈവറെ വെച്ചിട്ടുണ്ട്, മുന്നിൽ വന്ന് കിടന്നോളണം. വരാൻ 1 മിനിറ്റ് വൈകിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ക്ലാസ് എടുത്ത് തരുന്നവർ ഒരു സാധാരണക്കാരനായിട്ടുള്ള പാവപ്പെട്ട ഡ്രൈവർ യദുവിനെ പോലെ, യദുവിനെ പോലുള്ള ഒരു ഡ്രൈവർ ഓടിച്ച വാഹനം എന്തോ കാരണവശാൽ അവിടെ വരാൻ വൈകി. അത് കാത്തു നിൽക്കുന്നതല്ലേ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ചെയ്യേണ്ടത്? അയാൾ ഒരു ജനപ്രതിനിധി അല്ലേ? അപ്പോ എന്താണ് വേണ്ടത്? മുൻചുണ്ടി കാണിക്കുകയല്ല, വാഹനം വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് അദ്ദേഹം സഹിഷ്ണുത കാണിക്കുന്ന നേതാവാകണ്ടേ. പക്ഷേ നമ്മുടെ ചെമ്പു ഗോപിയുടെ കാര്യത്തിൽ ഇത് വേണ്ട. ഇത് പിണറായി വിജയനാണ് ഇങ്ങനെ ദേഷ്യത്തിൽ പോയെങ്കിൽ വേറൊരു ആംഗിളിലാണ് വാർത്ത വരാൻ പോകുന്നത്. വാഹനം വൈകി, പിണറായി വിജയൻ രോഷാകുലനായി, ഓട്ടോ പിടിച്ച് കയറിപ്പോയി എന്നൊക്കെ വാർത്ത വരുന്നത് നിങ്ങൾ കേൾക്കാമായിരുന്നു. ഇത് ക്ഷേത്ര ദർശനം കഴിഞ്ഞപ്പോൾ വന്നില്ല, ഓട്ടോ പിടിച്ചു പോയി. അതിനോടൊപ്പം ഒരു ദൃശ്യം കൂടിയുണ്ട്. നോക്കിയേ, കൂടെ ഉള്ള ഗൺമാനാണ്. ഗൺമാന് ഒരു ഓട്ടോറിക്ഷ പിടിക്കുമ്പോൾ ഒരു കൂടെ ഉള്ള വ്യക്തിയെ അതേ രീതിയിൽ പരിഗണിക്കുന്ന വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യണം? അകത്തേക്ക് നീങ്ങിയിരുന്ന് ഗൺമാന് കൂടി സീറ്റ് കൊടുക്കണം. പക്ഷേ തമ്പ്രാൻ എന്താ ചെയ്തേ? കയറി അങ്ങ് ഇരുന്നതിന് ശേഷം ഡ്രൈവറുടെ സീറ്റിന്റെ അടുത്ത് ഇരിക്കേണ്ടി വന്നു. ഇതാണ് കൂടെ ജോലി ചെയ്യുന്നവർക്ക് ഇവർ പറയുന്ന നന്മ മരങ്ങൾ കൊടുക്കുന്ന സ്പേസ് എന്നെങ്കിലും നാട്ടുകാർ മനസ്സിലാക്കണം. അതായത് മനുഷ്യരോട് ഏറ്റവും ഹീനമായിട്ട് പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ അവരെ മനുഷ്യരായിട്ട് പോലും പരിഗണിച്ചിട്ടില്ല, അടിമകളെ പോലെ കാണുന്നത് എങ്ങനെ എന്നതിൻ്റെ തെളിവാണ് ആ ഉദ്യോഗസ്ഥന്. ഒരു സർക്കാർ സർവീസിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് കേന്ദ്രമന്ത്രിയുടെ തൊട്ടടുത്തിരിക്കാൻ പറ്റില്ല, അയിത്തമാണ്. ഈ അയിത്തമൊക്കെ കാണിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മാത്രം കാണാൻ പറ്റില്ല. ഇത് പിണറായി വിജയന്റെ പിന്നാലെ ആയിരുന്നെങ്കിൽ ഈ ദൃശ്യം എന്തോരം വിവാദമായി കത്തേണ്ടതായിരുന്നു. വാഹനം വൈകിയതുകൊണ്ട് ഉടനടി ഓട്ടോ വിളിച്ചു പോകുന്ന സുരേഷ് ഗോപി എന്ന രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ, എന്നാൽ ഒരു മാടമ്പി മനസ്സുള്ള, തമ്പ്രാൻ മനസ്സുള്ള വ്യക്തിക്ക് എത്രമാത്രം അസഹിഷ്ണുതയുണ്ട്. ഒപ്പം തന്നെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് തൻ്റെ അടുത്ത് ഓട്ടോയിൽ ഇരുത്തിക്കൊണ്ട് പോകാനുള്ള മാനസികാവസ്ഥ കൂടി ഇല്ല എന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല, ചർച്ചയല്ല. ആ ഉദ്യോഗസ്ഥരെ കുറിച്ചോ ആ യദു ഡ്രൈവറെ കുറിച്ചോ ഒരു തരത്തിലുള്ള സഹാനുഭൂതി വാർത്തയും പുറത്തു വരാനും പോകുന്നില്ല. ഇനി ആ ഡ്രൈവർക്ക് ജോലി നഷ്ടപ്പെട്ടാലും നമ്മുടെ നാട്ടിൽ ആരും മൈക്കുമായിട്ട് കൂടെ ചെല്ലില്ല. യദു ആയിരുന്നെങ്കിൽ കൂടെ ജീവിതാവസ്ഥ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ നടത്തുന്ന സവർണ പ്രിവിലേജ് എന്ന് ജനം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.